ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാൽ ഉപയോഗിക്കാതെ അരിയും തേങ്ങയും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വെറും 10 മിനിറ്റ് മതി ഇതുണ്ടാക്കിയെടുക്കാൻ. കൃഷ്ണ ജയന്തിക്ക് മാത്രമല്ല, വിനായക ചതുർത്ഥിക്കും അല്ലെങ്കിൽ നിവേദ്യമായിട്ടൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടുണ്ടാക്കാനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് പൊടിക്കുന്ന അരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയാണ്. ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിലത്തെ ആ കറുത്ത പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം നല്ല വെള്ള കളറിൽ വേണം ഇരിക്കാൻ. നമ്മൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ ബാക്കിലത്തെ കറുത്ത പാർട്ട് എന്തായാലും കുറച്ചൊക്കെ തേങ്ങയിലോട്ട് വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചെത്തിക്കളയുന്നത്. അരി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതിലോട്ട് നമുക്ക് 6 കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ മാക്സിമം നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. വെള്ളം കൂടി പോരുത്, എന്നാൽ അരച്ചെടുക്കാൻ പാടായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുന്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ നോക്കുക, തേങ്ങയൊന്നും അരയാതെ കിടക്കരുത്. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ഇത് കട്ട പിടിച്ച പോലെ കിടക്കും. അത് കുഴപ്പമില്ല. വെള്ളം തിളച്ച അരി ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ഈ കട്ട കെട്ടി കിടക്കുന്നതൊക്കെ മാറിക്കിട്ടും. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 120 ഗ്രാം പഞ്ചസാരയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത അരി നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കട്ട കെട്ടി കിടന്നതൊക്കെ ചെറുതായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഈ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ കംപ്ലീറ്റ് മാറി വരണം. 10 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ അരിയൊക്കെ അരച്ച സമയത്ത് 3-4 ഏലക്ക കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. പായസം ഒന്ന് ചെറുതായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്, പക്ഷെ അധികം കുറുകിയും പോവരുത്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. പായസം അധികം കട്ടിയായി പോയെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. പച്ചവെള്ളം ചേർത്തിട്ട് തിളപ്പിക്കരുത്, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രം മതി. നല്ല ടേസ്റ്റുമാണ്. പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരത്തെ അമ്പലപ്പുഴ പാൽപ്പായസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വേണമല്ലോ. പാലില്ലെങ്കിൽ നമുക്ക് പായസം ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ശ്രീകൃഷ്ണ ജയന്തിക്ക് മാത്രമല്ല, വിശേഷ ദിവസങ്ങളിൽ നൈവേദ്യമായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നൈവേദ്യമായിട്ട് ഉണ്ടാക്കുന്ന പായസമാണിത്. അപ്പോൾ പാലില്ലാത്ത സമയത്ത് നമുക്ക് പായസം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.